പാത്രത്തിനകത്തൊന്നുമില്ല ആണോ? ഇപ്പോൾ നമ്മൾ ബ്ലോക്ക് മാറ്റാനായിട്ട് നമ്മൾ ഗ്രാമപ്രദേശത്തിലേക്ക് ഉൾക്കാടുകളിലേക്ക് ത്രോട്ടിൽ കൺട്രോളർ വെച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് ഇംപ്രഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഹായ് ഐ ആം റിൻഡോ. അപ്പോൾ നമ്മൾ രണ്ട് ബ്രദേഴ്സ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നേരെ ഒരു 3000 കിലോമീറ്റർ ഡ്രൈവാണ്. നമ്മൾ ഓൾറെഡി സ്റ്റോറീസൊക്കെ പറഞ്ഞതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ 1, 2, 3 എപ്പിസോഡൊക്കെ വീഡിയോസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കഥ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ പുതിയ ജിമ്മിലാണ്, ടോപ്പിൻ്റെ ഓട്ടോമാറ്റിക്കിലാണ് നമ്മുടെ യാത്ര. 3000 കിലോമീറ്ററാണ്. നമ്മൾ ഗുജറാത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ കേരളത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഇൻട്രോ ഒന്നും പറയുന്നില്ല. നിങ്ങളെ വീഡിയോസ് ഒന്നും കാണാൻ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഡോദരയിലാണ്. ഇവിടെ നേരെ മുംബൈക്കാണ്. ഒരു 10 മണിക്കൂർ ഇവിടുന്ന് ഡ്രൈവ് ഉണ്ട് കേട്ടോ. എനിക്ക് സൂര്യൻ ഉദിച്ചൊന്ന് കണ്ണിലേക്ക് ഡയറക്റ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇൻട്രോ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുംബൈയിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ വണ്ടി ഓടിച്ചപ്പോൾ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ പവറിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. വണ്ടിക്ക് ടർബോയുടെ കുറവുള്ളതുകൊണ്ട് നല്ല പവറിൽ കുറവുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ജിംനി ഓണേഴ്സും മസ്റ്റായിട്ട് മേടിക്കേണ്ട ഒരു സാധനമാണ് ത്രോട്ടിൽ കൺട്രോളർ. അത് വേറെ ഒന്നുമില്ല, ത്രോട്ടിലിൻ്റെ ജസ്റ്റ് ആ സിഗ്നൽ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന വേണ്ടിയിട്ട് പവറോ ടോർക്കിലൊന്നും ഒരു വ്യത്യാസമില്ല, സെയിം തന്നെയാണ്. ആ ത്രോട്ടിലുള്ള ഒരു ലാഗ് മാറും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ വണ്ടി ബുക്ക് ചെയ്ത ഉടനെ തന്നെ ഞാൻ ആദ്യം ഈ സാധനം എവിടെ കിട്ടും അതിനെപ്പറ്റി ഒന്ന് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ അപ്പം തന്നെ ഓർഡർ ചെയ്ത് കയ്യിൽ മേടിച്ച് നോക്കണം. ഇത് കിട്ടാനും അത്ര എളുപ്പമല്ല. അപ്പോൾ നമുക്കിത് ഓസ്ട്രേലിയൻ ബ്രാൻഡാണ്, അൾട്ടിമേറ്റ് 9 എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ കേരളത്തിൽ നമുക്ക് ഇത് സാധനം അവൈലബിൾ ആണ്. അപ്പോൾ അത് AT കാർ മോഡ്സ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ടുള്ള ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യമെല്ലാം നമ്മുടെ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാം. നമുക്ക് എന്താ പറയുക, ആപ്പാടെ ഇത്രയും സാധനമുള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ എന്നുള്ള കേബിൾ എടുത്ത് ഇതിലേക്ക് കണക്ട് ചെയ്യുക, ഇതിൻ്റെ കേബിൾ എടുത്ത് ആക്സിലേറ്ററിലേക്ക് കൊടുക്കുക, അത്രേ സംഭവമുള്ളൂ. പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിസ്പ്ലേ. ഈ ഡിസ്പ്ലേയിൽ നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാംസ് കാര്യങ്ങളെല്ലാം കൺട്രോൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്കുണ്ടല്ലോ പെട്ടെന്ന് ഫിറ്റ് ചെയ്തിട്ട് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് 10 മണിക്കൂർ ഡ്രൈവാണ്. അപ്പോൾ ബാക്കി ഇതിൻ്റെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ, അൾട്ടിമേറ്റ് അതിൻ്റെ ഒരു പ്രോപ്പർ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ത്രോട്ടിൽ എന്നുള്ളത് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കേബിളാണ്, ജസ്റ്റ് അത് നമ്മളൊന്ന് ഡിസ്കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ കേബിൾ എടുത്തിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സൈഡിൽ നമ്മളതിൻ്റെ ഡിസ്പ്ലേ വെക്കുക. അപ്പോൾ ഡിസ്പ്ലേ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവറിൻ്റെ കണ്ണിന് പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ കാരണം ഡിസ്പ്ലേയിൽ ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഏറ്റവും സേഫായിട്ട് ഒത്തിരി വണ്ടികൾ വെച്ചേക്കുന്നത്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വണ്ടികളിലൊക്കെ വെച്ചേക്കുന്ന ഏറ്റവും നല്ലൊരു ലൊക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റിൽ റിയർ നമ്മൾ വൈപ്പർ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചിൻ്റെ തൊട്ട് താഴത്തെ ഈ ഒരു സ്പോട്ടുണ്ട്. ഈ ഒരു സ്പോട്ടിലാണ് ഏറ്റവും ബെസ്റ്റായിട്ട് വെക്കാൻ നല്ലത്. അത് പറിക്കണ്ട അത് അല്ല, ഫ്രണ്ടിലത്തെ പറിച്ചു, ബാക്കിലത്തെ നമുക്കൊന്ന് വെച്ച് നോക്കിയിട്ട് ഡ്രൈവർ സൈഡിൻ്റെ കണ്ണിലേക്ക് അടിക്കുമെന്ന് നോക്കിയിട്ട് നമുക്ക് പറിക്കാം. ഈ കയ്യിൽ മാറ്റി. അപ്പം നമ്മളിപ്പോൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന പോയിൻ്റ് ഈ ഒരു പോയിന്റിൽ വെക്കാനാണ്. അത് ഏതാണ് കംഫർട്ടബിൾ അതനുസരിച്ച് ഒന്ന് നോക്കിയോ കേട്ടോ, ഡ്രൈവറിൻ്റെ പൊസിഷനിൽ. അപ്പോൾ നമ്മൾ ത്രോട്ടിൽ കൺട്രോളർ കണക്ട് ചെയ്തിട്ടുണ്ട്. മുംബൈ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടുന്ന് 434 കിലോമീറ്റർ ഉണ്ട്. അവിടെ ത്രോട്ടിൽ കൺട്രോളർ വെച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് ഇംപ്രഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ 100% ഒരു ജിംനി ഓണർ ആണെങ്കിൽ നിങ്ങൾ ത്രോട്ടിൽ കൺട്രോൾ മേടിച്ച് വെച്ചിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒരു സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ത്രോട്ടിൽ കൺട്രോളിന് മാത്രമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ആ വീഡിയോയിൽ കാണാം. ഈ വീഡിയോയിൽ നമുക്ക് യാത്രയുടെ വിശേഷങ്ങൾ പറഞ്ഞങ്ങ് നമുക്ക് പോകാം കേട്ടോ. ചേട്ടന് ഇതുവരെ ഓടിക്കാൻ കൊടുത്തിട്ടില്ല, പക്ഷെ സൈഡിൽ ഇരിക്കുമ്പോൾ അറിയാനുണ്ട് കേട്ടോ. അതല്ലേ, വണ്ടിയുടെ പുള്ള് വലിച്ചോണ്ട് പോകുന്ന ആ ഒരു ഫീലില്ലേ, ടർബോ ഓണാകുമ്പോൾ ആ ഒരു ഫീൽ അറിയാനുണ്ട് സൈഡിൽ ഇരിക്കുന്നത്. അപ്പം നമ്മൾ പോകുന്ന റൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേ കൂടെയാണ് പോകുന്നത്. നോർമലി അത് മാപ്പിൽ കാണിക്കുന്നില്ല, കാരണം അതിൻ്റെ പണി തീരാത്തതുകൊണ്ട് മാപ്പിൽ കാണിക്കുന്നില്ല. റോട്ടിൽ കൺട്രോളർ അടിപൊളിയാണ് കേട്ടോ. അതിനെപ്പറ്റി വീണ്ടും പറയാൻ എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലേ നമ്മൾ വേറെ പുറകിൽ നിന്നൊക്കെ വണ്ടി വരുമ്പോൾ നമ്മൾ പയ്യെ സൈഡിലോട്ട് മാറി കൊടുക്കുമായിരുന്നു കേട്ടോ, ആ കയറി പോട്ടെ എന്നുള്ള രീതിയിൽ. ഇന്നായപ്പോഴത്തേക്കും ത്രോട്ടിൽ കൺട്രോൾ വെച്ചപ്പോഴത്തേക്കും ആരാ വരുന്നത്? BMW ആണ്, ബെൻസാണ് വരുന്നത്. അത്രയല്ല, എന്നാലും ചെറിയൊരു രീതിയിൽ നമുക്കൊരു എന്താണ് ഒരു കോൺഫിഡൻസ് ലെവൽ നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടി കയറി പോകും, ആ ഗ്യാപ്പിൽ ഷോർട്ട് ഗ്യാപ്പിൽ കയറി പോകുന്ന കോൺഫിഡൻസിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. 0 to 8 നമുക്ക് നോക്കാം. ഓൺ ചെയ്തു, റെഡി, 1 2 3 ഗോ. അതിൻ്റെ അകത്തേക്ക് ഓട്ടോ സ്റ്റാർട്ടും സ്റ്റോപ്പും ഓഫായി. സൗണ്ട് കേട്ടായിരുന്നു. സെക്കൻഡ്
ഗിയറിൽ 8 ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. 11 സെക്കൻഡാണ് കേട്ടോ. ഒന്നും നോക്കാണ്ട് കണ്ണു അടച്ച് പറയാൻ പറ്റും 100% എല്ലാ ജിംനി ഓണേഴ്സും മസ്റ്റ് ബൈ പ്രോഡക്റ്റ് ആണിത്. ഇതുണ്ടെങ്കിൽ തന്നെ ജിംനി വേറെ ലെവലാണ്. നമ്മൾ ഇപ്പോൾ വളരെ കുറച്ച് വണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്, ആ ത്രോട്ടിലിന്റെ റെസ്പോൺസ് എന്താണെന്നുള്ളത്. അപ്പോൾ അത് 100% നിങ്ങൾ ജിംനി ഓണേഴ്സ് മേടിച്ച് വെക്കാനാണ്. ഒരു പൈസ പോലും ഇതിൽ നഷ്ടമില്ല. നമ്മൾ ത്രോട്ടിൽ കൺട്രോൾ വെച്ചതിന്റെ ഒരു ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ റെസ്പോൺസ് ഞാൻ അൾട്ടിമേറ്റ് 9ലാണ് ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 9 പ്രോഗ്രാംസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. എക്സ്പ്രസ് ഹൈവേയിലാണ്, മുംബൈ ഡൽഹി എക്സ്പ്രസ് ഹൈവേയിലാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് മുതൽ ത്രോട്ടിൽ കൺട്രോൾ വെച്ചപ്പോൾ മുതൽ നമ്മുടെ സ്വഭാവം കൂടെ മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് വേറൊരു വണ്ടി നമുക്ക് എന്താ പറഞ്ഞാൽ 100% കോൺഫിഡൻറ്റോട് കൂടി നമുക്ക് വണ്ടി ഹൈവേ കൂടെ ഓടിച്ചിട്ടുണ്ട്. അതുപോലെ പവറാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തോളം വണ്ടി കയറി പോകുന്നുണ്ട്. ഇന്നലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റില്ലായിരുന്നു. പവർ ലാഗ് അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓവർടേക്കിംഗ് അതുപോലെ ഡിഫിക്കൽട്ട് ആയിരുന്നു. അതെല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഞാൻ ബ്രദറിന് ഇതൊരു വണ്ടി ഓടിക്കാൻ കൊടുത്തിട്ടില്ല. ഞാൻ ഇതിനുമ്പോൾ ത്രോട്ടിൽ കൺട്രോളർ വെച്ച വണ്ടി ഓടിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് അത്രയും എക്സൈറ്റ്മെന്റ് വന്നിട്ടില്ല. അപ്പോൾ ചേട്ടനാണ് ഇത്രയും ദിവസം വണ്ടി ഇതില്ലാണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചേട്ടന്റെ എക്സ്പ്രഷൻ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചേട്ടന് വണ്ടി കൊടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും നമുക്ക് എവിടെയെങ്കിലും നിർത്തണം. അതിന്റെ ചേട്ടന്റെ അഭിപ്രായം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. മുംബൈ 422 കിലോമീറ്റർ റോഡ് നോക്കി എന്ത് രസമാണ് കാണാനെന്നുള്ളത്. സൈഡൊക്കെ നല്ല പൂക്കളൊക്കെ വെച്ച് ചെടികളൊക്കെ വെട്ടി നിർത്തി എതിരെന്ന് തന്നെ വണ്ടികളിലെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ആവതില്ല. വണ്ടി പോകുന്നുണ്ടെന്ന് പോലും നമുക്ക് കാണാൻ പറ്റില്ല, അത്ര ഹൈറ്റിൽ ചെടികൾ നിൽക്കുന്നുണ്ട് കേട്ടോ. 2 ദിവസമായിട്ടുള്ള ഈ റോഡ് ട്രിപ്പിന്റെ ഇടയ്ക്ക് ഇത്രയും വിജനമായിട്ട് നമ്മൾ ബോർഡർ ഏരിയയിൽ പോയപ്പോഴാണ് കണ്ടത്. ഇപ്പൊ എക്സ്പ്രസ് ഹൈവേ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും വിജനമായിട്ട് ഫ്രണ്ടിലോട്ടും വണ്ടിയില്ല ബാക്കിലോട്ടും വണ്ടിയില്ല. അങ്ങനെ എക്സ്പ്രസ് ഹൈവേയുടെ ക്രൂസിംഗ് ലൈനിൽ 120 നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ക്രൂസ് കൺട്രോൾ ഓൺ, 120 സ്പീഡ്. വണ്ടി അത്യാവശ്യം സ്റ്റേബിൾ ആണ്, വലിയ കുഴപ്പം തോന്നുന്നില്ല. പക്ഷെ ഒരു ഗിയറിന്റെ ഒരു കുറവ് തോന്നുന്നുണ്ട്. ഇപ്പൊ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് വിൻഡോയ്സ് ഉള്ളതുകൊണ്ട് ആ ഗിയറിന്റെ RPM ഇപ്പൊ 3500 നിൽക്കുന്നത്. 120 കിലോമീറ്റർ സ്പീഡിൽ RPM 3500 നിൽക്കുന്നത്. വിൻഡോയ്സ് ഉള്ളത് കൊണ്ട് എഞ്ചിൻ സൗണ്ട് കേൾക്കുന്നില്ല. പെട്രോൾ എഞ്ചിൻ അല്ലേ. ഒരു ഗിയറോട് ഉണ്ടായിരുന്ന വണ്ടി ഒന്നുകൂടെ ഒന്ന് സ്മൂത്ത് ആയിട്ട് പോയാണ്. 120 വണ്ടി ഒന്നാമത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഇത്ര ഹൈറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. 120 പോകുമ്പോഴത്തേക്കും നമുക്ക് അത്രയൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല കേട്ടോ. നമുക്ക് കുറച്ച് സ്പീഡ് കുറയ്ക്കാം, വണ്ടി ഇനിയും സ്പീഡിലോട്ട് പൊക്കോളും. നമുക്ക് ജസ്റ്റ് ഒന്ന് ടോപ്പ് ഒന്ന് എത്ര കയറും നോക്കിയിട്ട് നമുക്ക് സ്പീഡ് കുറയ്ക്കാം അല്ലേ. മീറ്റർ കാണുന്നുണ്ടോ? നമുക്ക് ചെറുതായിട്ടൊരു മുട്ടം പണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി താഴോട്ട് ഇറങ്ങിയതാണ്. പിന്നെ മുകളിലോട്ട് കയറാനുള്ളൊരു വഴി കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മളിത് ഈ ഒരു തെരുവിൻ്റെ അകത്തോടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഇനി ഒരു 7 മണിക്കൂറുണ്ട്. എക്സ്പ്രസ് ഹൈവേയിലെ സുഖം പിടിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ 100 കിലോമീറ്റർ 125 കിലോമീറ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നേ. അന്നേരമാണ് ഫ്യൂവൽ ഇല്ല എന്നുള്ളൊരു വാണിംഗ് വന്നത്. ഫ്യൂവൽ അടിക്കാൻ താഴെ തീർന്നത്. പിന്നെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറാനുള്ളൊരു വഴിയില്ല. ഗ്യാപ്പ് ഉണ്ടാക്കുന്നത് ചേച്ചിയുടെ പറയുന്നത് മാറിക്കോളാം, അല്ലെങ്കിൽ പോക്കണൊക്കെ. നീ ഗുജറാത്തിൽ ഡ്രൈവ് ചെയ്യണമെങ്കിൽ കുറച്ച് ട്രെയിനിങ് വേണം. നമുക്ക് ഇങ്ങനത്തെ ഡ്രൈവിങ് പറ്റുന്നില്ല, കുത്തി കയറ്റിയുള്ള ഡ്രൈവിങ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മുംബൈ ട്രിപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഈ റൈറ്റ് അല്ലേ, റൈറ്റ് ആണോ നേരെയാണോ? ഈരെങ്കിലും ഇരിപ്പുണ്ടല്ലോ. എക്സ്പ്രസ് ഹൈവേയുടെ സോം പിടിച്ച് ഞാനിങ്ങനെ ഒന്ന് വരുമായിരുന്നു. ബിരിയാണിയുടെ പടം, ചിക്കൻ ബിരിയാണിയുടെ പടം. ചിക്കൻ ബിരിയാണി ഇവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ, നമുക്കങ്ങ് പോകണ്ടേ. നല്ല ചിക്കൻ ബിരിയാണിയുടെ മണം വന്നായിരുന്നു. നല്ല കലത്തിൽ നല്ല അടിപൊളി ബിരിയാണി തോന്നുന്നു. രാവിലെ നമ്പർ കഴിക്കണ്ടായിരുന്നുണ്ടോ? അവന്മാരെ കഴിക്കുമ്പോൾ അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഗൂഗിൾ മാപ്പിന് ഒരു പ്രത്യേക കഴിവാണ്. നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി എന്തെങ്കിലും ഒരു സംഗതി ഒഴിവാക്കി പോകണമെന്ന്, കൃത്യം അവിടെ കൊണ്ടെത്തിക്കും. ഗൂഗിൾ മാപ്പിനെ സമ്മതിച്ചു കൊടുക്കണം. എനിക്ക് ടൗൺ കാണുന്ന ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇത്രയും വലിയൊരു ടൗൺ കാണിച്ചു തരും എന്നുള്ളത് വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മളെ തിരിച്ച് ഹൈവേയിലേക്ക് കയറ്റാൻ പോവാണെന്ന് തോന്നുന്നു. ആകാശത്തേക്കൊരു വഴിയൊക്കെ കാണുന്നുണ്ട്.
ജിമ്നി ആയതുകൊണ്ട് നമുക്ക് പോകാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ജിമ്നിയുടെ അടുത്തൊരു അഡ്വാൻറ്റേജ് അതാണ്, സൈസ് ചെറുതായതുകൊണ്ട് നമുക്ക് ടൗണിൽ കൂടെയുള്ള യാത്ര ഭയങ്കര സുഖകരമായിരിക്കും. ആ ബിരിയാണി മാത്രമേ കഴിക്കുള്ളൂ, വേറെ ചിക്കൻ്റെ എന്ത് എന്താ ഉള്ളത് കഴിക്കുക ആയോന്ന് ചോദിക്കുക. അപ്പം അങ്ങനെ ആദ്യമായിട്ടോ ഫാമിലി ഹാൾ ഓപ്പൺ കിച്ചൺ, നോ ബീഫ് എന്ന് വലിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സംശയം, ചിക്കൻ ഉണ്ടാകും. ചിക്കനുണ്ട്, നോൺ വെജ് ആണ്, അടിപൊളി. അപ്പോൾ നമുക്ക് ബിരിയാണി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ചോദിക്കാൻ പോയിട്ടുണ്ട്. ബിരിയാണി കിട്ടുമോ, ഉണ്ടോ ഇല്ലേ? ആ 1 മണിക്കൂർ എടുക്കും, 12 കഴിഞ്ഞിട്ടുള്ളൂ. സൂപ്പർ ബിരിയാണി ആയിരിക്കുമല്ലോ. എന്നെ കണ്ടാലറിയാമല്ലോ സൂപ്പർ ബിരിയാണിയാണ്. ഈ ബിരിയാണി കഴിക്കാൻ നമുക്ക് യോഗമില്ല, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഒന്നാമത് ഇന്നത്തെ ദിവസം നമുക്ക് സമയമില്ല. ഇനി ഇതേ 6:45 7 മണിക്കൂറും കൂടെ എടുക്കും നമുക്ക് അവിടെ ചെല്ലാനായിട്ട്. അപ്പോൾ നമ്മളിതാ തിരിക്കുന്നു. ശ്രമം കൂടെ നടത്തി നോക്കുകയാണ്. ഹൈവേ കട അങ്ങ് വെടിയുണ്ട പോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അങ്ങ് ദൂരെ ഒരു കുഞ്ഞ് ബിരിയാണി ഷോപ്പ് കിട്ടിയത്. എന്താണ്, ഉണ്ടോ ഇല്ലയോ? ഇല്ല, 12 മണി. അപ്പോൾ അടുത്ത മാപ്പിൽ നമ്മൾ വീണ്ടും ഹൈവേയിലേക്ക് കയറിയായിരുന്നു. വീണ്ടും ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ കിട്ടി. ആ ലൊക്കേഷൻ തേടി നമ്മൾ പോകുന്നതാണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ നമ്മുടെ വണ്ടിയും കണ്ടിട്ട് അന്തം വിട്ട് കുന്തം വഴികൾ നോക്കുന്നുണ്ട്. നമ്മൾ അവരെ കണ്ടിട്ട് അന്തം വിട്ട് കുന്തം വഴികൾ നമ്മൾ നോക്കുന്നുണ്ട്. ഇടിച്ചു പൊളിച്ചിട്ടേക്കാണോ റെസ്റ്റോറൻറ്റ്? എവിടെയാണാവോ ആ ബോർഡിൻ്റെ അവസ്ഥ ഇടിഞ്ഞു പൊളിഞ്ഞ തന്നെ പോയതാന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ റെസ്റ്റോറൻറ്റ്. കാണുന്നതാണ് റെസ്റ്റോറൻറ്റ് ഇടിച്ചു പൊളിച്ചിട്ടിരിക്കുന്നത്. അതായിരുന്നു അല്ലേ? അങ്ങനെ ഫൈനലി നമ്മൾ അടുത്തൊരു ബിരിയാണി ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ മുമ്പേ മൊത്തം ബിരിയാണി എക്സ്പ്ലോറിങ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബിരിയാണി ഉണ്ട്, മനസ്സിലിട്ട് പൊട്ടി. അപ്പോൾ എന്തായാലും പോയി കഴിച്ചിട്ട് വരാം. ബിരിയാണി തീർന്നു പോയോ? ബിരിയാണി തീർന്ന കേട്ടോ, ബിരിയാണി തീർന്നു പോയിന്ന്. പാത്രത്തിനകത്തൊന്നുമില്ല ആണോ? ഇപ്പോൾ 2 സിംഗിൾ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് ബിരിയാണി? കൊള്ളാവോ? നമ്മുടെ ഈ കടയിലെ ചേട്ടൻ പറയുന്നത് രാവിലെ 10 മണി തൊട്ട് രാത്രി 10 മണി വരെ ഇവിടെ ബിരിയാണി കിട്ടും. ഇത്രയും ഫ്ലേവറാട്ടോ. പിന്നെ അവരെ ടേസ്റ്റ് ചെയ്യാത്ത കൂട്ടൊരു ഫീല്. നല്ല ബിരിയാണി കഴിച്ചു വന്നപ്പോൾ ഒരു ചായ കുടിക്കാൻ അങ്ങോട്ട് തോന്നി. അപ്പോൾ ഒരു ചായ അങ്ങോട്ട് കുടിച്ചിട്ട് പോവാം. ചേട്ടൻ ചായ ഉണ്ടാക്കാൻ ഇഞ്ചിയാണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക് ഇടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ലോക്കൽ ചായ കൂടി കേട്ടോ. ഇവിടെ ആണെങ്കിൽ കപ്പും സോസെല്ലാം ഒഴിച്ചിട്ടാണ്, കപ്പ് മാറ്റിയിട്ട് സോസെല്ലാം ഒഴിച്ചിട്ടാണ് അവിടെ ചായ കുടിക്കുന്നത്. ചായ ഷോട്ട് ഇത്രേ ഉള്ളൂ. അതിന് വില കുറവുണ്ടോ? ഒരു സിപ്പ് എടുക്കുമ്പോൾ തീർന്നു പോകൂലേ? ഡ്രൈവർ സ്ഥാനം മാറിയിട്ടുണ്ട്. ത്രോട്ടിൽ കൺട്രോൾ വെച്ച് വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്, എന്താണ് അഭിപ്രായം പറയാനുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടിലൻ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ആക്ച്വലി ജിമ്നിയുടെ എഞ്ചിൻ ഉണ്ടല്ലോ, പഴയ ജിപ്സിയുടെ സെയിം എഞ്ചിനാണ്. ഈ വണ്ടി കാര്യം 24 ലോഞ്ച് ചെയ്തെന്ന് പറഞ്ഞാലും ഇവന്മാർ ആ മാരുതിയുടെ B സീരീസിൽ നിന്ന് C സീരീസിലേക്ക് എഞ്ചിൻ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ജിമ്നിക്കകത്ത് ആ പഴയ B സീരീസ് എഞ്ചിൻ തന്നെ വെച്ചേക്കണം അവന്മാർ. അപ്പോൾ നമ്മൾ ഇത് ആദ്യം ഓടിക്കുമ്പോൾ ശരിക്കും ഒരു നമ്മുടെ ആ ജിപ്സി ഓടിക്കുന്ന ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. നമ്മൾ ഓഫീസിൽ ജിപ്സി ഉണ്ടല്ലോ, അപ്പോൾ അത് ഓടിക്കുന്ന അതേ ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ. എക്സെപ്റ്റ് ആ പവർ സ്റ്റിയറിങ്ങും കുറച്ചൊരു എക്കണോമിക്സ് ഇവിടെ മാറിയതല്ലാണ്ട് ഇലക്ട്രോണിക്സ് ഒക്കെ വന്നതല്ലാണ്ട് ബാക്കി അല്ലെങ്കിൽ ഒരു ജിപ്സി ഓടിക്കുന്ന ഒരു ഫീലായിരുന്നു. പക്ഷേ ഈ സാധനം വെച്ച് കഴിഞ്ഞപ്പം വണ്ടി ഇങ്ങനെ ചാടിത്തുള്ളി നിൽക്കുന്നത് പറയില്ലേ, ആ ഒരു പവർ ലാഗ് ഒട്ടും അറിയാനില്ല. ആ ടെർബോ വേണം എന്നുള്ള ആ ഒരു തോന്നലങ്ങ് മാറും. പിന്നെ ഒറ്റ പ്രശ്നം പിന്നെ തോന്നുള്ളൂ ആ കൂടിയുള്ളത് പറഞ്ഞാൽ 5ാമത്തെ ഒരു ഗിയർ. ബാക്കി ഇപ്പം എല്ലാം പെർഫെക്റ്റ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമ്നി വാങ്ങിക്കുന്ന കൂടെ ആ സീറ്റ് കവറും അതും മേടിച്ച് പൈസ കളയാണ്ട് ഈ ഒരു സാധനം മേടിച്ച് വെക്കാന്നുണ്ടെങ്കിൽ വർത്ത് മണിയാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് അപ്ഗ്രേഡ്സ് യു ക്യാൻ ഡു ഇൻ യുവർ ജിമ്നി.
ജസ്റ്റ് നമ്മുടെ ഇനിഷ്യൽ വണ്ടി നിർത്തി എടുക്കുമ്പോഴൊക്കെ നമുക്കൊരു ഫീൽ കിട്ടും, ഒരു പഞ്ച് കിട്ടുന്നുണ്ട്, നമുക്ക് വണ്ടിക്ക് പവർ ഉണ്ടെന്നുള്ള ഫീല്. വണ്ടി ഇങ്ങനെ ചാടി നിൽക്കുന്നത്. ഇതിനു മുമ്പ് നമുക്ക് ആക്സിലേറ്റർ അതുപോലെ താത്തി കൊടുക്കണമായിരുന്നു, വണ്ടി ഒന്ന് വലിച്ച് കയറി പോകണമെങ്കിൽ. അപ്പൊ തന്നെ നമുക്കറിയാം നമ്മൾ വണ്ടിയിട്ട് വലിപ്പിക്കാൻ വേണ്ട വെച്ച് മാറി. ഇപ്പൊ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുക അങ്ങനെ റെസ്പോൺസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഹൈവേയിൽ ഓവർടേക്കിംഗ് ഒക്കെ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കമ്പനി സ്റ്റോക്കായിട്ട് കമ്പനി തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സംഭവം. കമ്പനി തന്നെ ഇൻബിൽട്ട് ആയിട്ട് ഇങ്ങനെ തന്നെ വന്നായിരുന്നെങ്കിൽ അടിപൊളിയല്ലായിരുന്നു. വെറുതെ ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ ചീത്തപ്പേര് ചെയ്യണോ, എല്ലാ ആവശ്യം കമ്പനിക്ക് ഉണ്ടോ. അങ്ങനെ നമ്മൾ സൂരത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് 259 കിലോമീറ്റർ. ജിംനിയുടെ ഇന്നത്തെ ആവറേജ് മൈലേജ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 14 കിലോമീറ്റർ ആണ് കിട്ടിയിരിക്കുന്നത്. റേഞ്ച് 420 കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് ഉണ്ട്. വഴിക്കാണ് മുമ്പ് എത്താൻ ഇനി ഒരു 200 കിലോമീറ്റർ കൂടെ ഉണ്ട്. എൻ്റെ ഇടയ്ക്കൊന്ന് നടുവ് നിവർത്താനായിട്ട് ഇറങ്ങിയതാണ്. ഗുജറാത്തിൽ നിന്ന് ബോർഡർ ക്രോസ് ചെയ്ത് മഹാരാഷ്ട്രയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഹൈവേയിൽ നിന്ന് നല്ല ചീറിപ്പാഞ്ഞ് വന്നിട്ട് അടുത്തത് ഇങ്ങനെ ഒരു നൂൽപ്പാലത്തേക്ക് വളഞ്ഞ് പോകേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ മുംബൈ എത്താറാകുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ടിൽ ഒരു മല നിൽക്കുന്നതാണ്. അതിന്റെ ഷേപ്പ് നോക്കി എന്ത് ഷാർപ്പായിട്ടാണ് നിൽക്കുന്നതെന്ന്. ഈ മുംബൈ എത്താറായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങിയപ്പോൾ കുറേ നേരമായിട്ട് 3 മണിക്കൂർ 4 മണിക്കൂർ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കിലോമീറ്ററുകൾ കുറയുന്നുണ്ട്, പക്ഷേ സമയം വലിയ കാര്യമായിട്ട് കുറയുന്നില്ല കേട്ടോ. അതൊരു പ്രശ്നമാണ്. അങ്ങോട്ട് നല്ല കട്ട ബ്ലോക്ക് ആവുമെന്ന് തോന്നുന്നു. ഈ റെഡ് ലൈൻ കിടക്കണം നോക്കി. ഇതാണ് നമ്മുടെ സമയം കുറയാത്തതിൻ്റെ കാരണം. കിലോമീറ്റർ കുറയുന്നുണ്ട്, സമയം കുറയുന്നില്ല. ലൈലൂനെ ഒന്ന് പുറത്തിറക്കാനായിട്ട് പോവുകയാണ്. കാരണം അങ്ങോട്ട് അതുപോലെ കട്ട ബ്ലോക്കാണ്. അപ്പോൾ നമുക്കൊരു ചായ കുടിച്ചിട്ട് വഴി ഒന്ന് റീറൂട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അവളെ ഒന്ന് അടുത്തേക്ക് പുറത്തുനിന്ന് നടത്തി കഴിഞ്ഞില്ലെങ്കിൽ നമ്മളവിടെ നേരത്തെ ചെല്ലുന്നുള്ള പ്ലാനിലായിരുന്നല്ലോ. ഇനി നേരത്തെ എത്താൻ പറ്റിയില്ലെങ്കിൽ അവൾ പാവം കഷ്ടപ്പെട്ടു പോകും. ചായ കുടിക്കാനായിട്ട് നിർത്തിയാണ്. അതിൻ്റെ കൂടെ തന്നെ മഹാരാഷ്ട്ര സ്പെഷ്യൽ ചീസ് പപ്പഡ് നിറയെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ പറഞ്ഞാൽ കേരളത്തിലെ ലൈഫൊക്കെ എത്ര അടിപൊളിയാണെന്നുള്ളത്. ഇനി അങ്ങോട്ട് പോകാനുള്ളത് 100 കിലോമീറ്റർ ഓടാനായിട്ട് 4 മണിക്കൂറാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ട്രാഫിക് ബ്ലോക്കാണ്. അപ്പോൾ അതിന് നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് വഴി വല്ലതും ഉണ്ടോ? ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വഴിയാണ്. പിന്നെ ഈ വാഡ എന്ന് പറഞ്ഞ സ്ഥലം, വാഡാന്ന് ഈ വഴി നമുക്ക് കയറി 848 കിടക്കുന്നില്ല. അപ്പോൾ ആ വഴി കയറി ഇവിടെ എത്താം. ബ്ലോക്ക് കാണില്ല, കുറച്ച് ദൂരം കൂടുതലുണ്ട്. എന്നാലും വണ്ടി മൂവ് ചെയ്തോളും. ഓടാണ്ട് കിടക്കണേക്കാളും ഭേദമല്ലേ അല്ലേ ലൈലു? ഇതിനകത്ത് ഒരു ആഡ് സ്റ്റോപ്പ് കൊടുത്തേക്കാം. അടുത്തേക്കാക്കി വാട കണ്ടപ്പോ തന്നെ ഒരു സമാധാനം. റെഡ് കളറെല്ലാം മാറി. പക്ഷേ സമയം അത്ര തന്നെ എടുക്കണം. സെയിം ടൈം തന്നെയാണോ? സെയിം ടൈം കാണിക്കണം. കിലോമീറ്റർ കൂടിയോ? കിലോമീറ്റർ 15 കിലോമീറ്റർ കുഴപ്പമില്ല, നമുക്ക് സമാധാനമുണ്ട്. രാവിലെ വന്ന കൂട്ട ഗ്രാമങ്ങളിലൂടെ ആണെങ്കിൽ നല്ല കോഴി ബിരിയാണിയും കഴിച്ച് നമുക്ക് പോവാം. അല്ലേ ഇനിത്തെ കോഴി ബിരിയാണി എന്നാ ഇത്ര വെച്ച നിനക്ക് കുറച്ച് സ്ഥലം ഓളിയും കുറച്ച് അപ്പോൾ നമ്മൾ ബ്ലോക്ക് മാറ്റാനായിട്ട് നമ്മൾ ഗ്രാമപ്രദേശത്തിലേക്ക് ഉൾപ്രദേശങ്ങളിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഇല്ലെങ്കിലും വഴി ചെറുതാണ്. ഉൾഗ്രാമങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ കുറേ നല്ല കാഴ്ചകളൊക്കെ കാണാമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു. നല്ല രസമുള്ളൊരു പുഴയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളൊരു ഫോറസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അത് അടുത്തൊരു ചെറിയ ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ പേര് വായിക്കാൻ ഫോറസ്റ്റിൻ്റെ പേര് ധോനി ഫോറസ്റ്റ് എന്നായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അതിന് തൊട്ടടുത്തുള്ളൊരു ഗ്രാമമാണ്. സ്കൂൾ വിട്ട സമയമാണ്. കുട്ടികളൊക്കെ ഇതേ നടന്ന് വീട്ടിൽ പോകുന്നു. നമ്മുടെ നാട്ടുമ്പുറത്ത് കാണുന്ന പോലത്തെ ഒരു കാഴ്ച. മാർക്കറ്റാണ് കേട്ടോ ഇവിടുത്തെ. ബോംബെയുടെ പഴയ ബോംബെ, ഇപ്പോഴത്തെ മുംബൈയുടെ ഔട്ട്സ്കേർട്സ് രാത്രി മാർക്കറ്റാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ട്രാഫിക് ജാമിൻ്റെ വൺ ഓഫ് ദി മേജർ റീസൺസ് എന്ന് പറഞ്ഞാൽ ഈ റോഡിലേക്ക് ഇറങ്ങിയുള്ള കച്ചവടവും. സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരുടെ തിരക്കും. അപ്പോൾ ഈ ആൾക്കാർ ജോലിയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ചാണ് വീട്ടിലേക്ക് പോകുന്നത്. ഈ 2 തിരക്കും കൂടി ആകുമ്പോഴേക്കും മൊത്തം ട്രാഫിക് ജാമും. അപ്പോൾ ഇവരൊന്നും പ്രശ്നമില്ല, കാരണം ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈലായി മാറിയിട്ടുണ്ട്. ഇവർ രാവിലെ ട്രെയിനിൽ തിരക്കി ജോലിക്ക് ഓഫീസിലേക്ക് പോകുന്നു. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ അപ്പോഴത്തേക്കും ഈ മാർക്കറ്റിലുള്ള ആൾക്കാരെല്ലാം സംഗതികളൊക്കെ എല്ലാം നിരത്തി വെച്ച് കച്ചവടത്തിന് റെഡിയായിരിക്കും.
ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കുന്നു, രാത്രി ആകുമ്പോഴത്തേക്കും തിരിച്ചെത്തുന്നു. അപ്പോൾ ഈ കച്ചവടക്കാർ രാത്രി 10-12 മണി വരെയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് രാത്രി കിടന്ന് അവന്മാർ ലേറ്റായിട്ട് കിടന്നുറങ്ങുന്നു, മറ്റേ ഉച്ച വരെ കിടന്നുറങ്ങും. എന്നിട്ട് ഉച്ചയ്ക്ക് വന്ന് സാധനങ്ങളൊക്കെ അവിടുന്ന് സ്റ്റോക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന് സംഗതികളൊക്കെ സെറ്റ് ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീണ്ടും സെറ്റ് ചെയ്യും. ഇതാണ് ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ. ഇനി നമുക്കൊരു 1 മണിക്കൂറും 19 മിനിറ്റും കൂടെ 29 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. അപ്പോൾ ഒരു 9-9:30 ആവും അവിടെ ചെല്ലുമ്പോഴത്തേക്ക്. ഇത് നമ്മൾ വന്ന് ദുബായി വല്ല എത്തിയെന്ന് തോന്നുന്നല്ലോ. ആൾക്കാർ നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ പോകുന്നു, അതിൻ്റെ അപ്പുറത്ത് റൈറ്റിൽ കൂടെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു സ്പെഷ്യൽ ലൈനിൽ വണ്ടികൾ പോകുന്നുണ്ട്. എല്ലാ വണ്ടികളും ഉണ്ട് കേട്ടോ, കാറും ലോറിയും ബസ്സും ജീപ്പും എല്ലാ സംഗതികളും ഉണ്ട്. എന്താണ് ഇതിങ്ങനെ ഒരു കൗണ്ടർ ഫ്ലോ എന്താന്നുള്ളൊരു പിടുത്തം കിട്ടുന്നില്ല. മുംബൈ ട്രാഫിക് ഭയങ്കര ഒരു വെറൈറ്റി ട്രാഫിക്കാണ് ഇവിടുത്തെ. അപ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാനും ഫ്യൂൽ അടിക്കാനായിട്ടൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ മുംബൈയിലെ ഫ്ലാറ്റുകളുടെ ഹൈറ്റ് നോക്കി, വാവ് അടിപൊളിയല്ലേ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓടിച്ചിടപാട് തീർന്നിട്ടുണ്ട്. സമയം 9-9:15 അപ്പോൾ എന്തായാലും അടുത്ത ഇടപാട് തീർന്നു. ഇനി സ്വസ്ഥമായിട്ട് ചേച്ചിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.